അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിലേക്ക് വന്ന ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാം വെളിച്ചമാണ്. വെളിച്ചത്തിൻ്റെ വെളിച്ചമായി വന്ന മുഹമ്മദ് മുസ്തഫ വരുമ്പോൾ മദീന മുഴുവനും പ്രകാശിതമായി നിൽക്കുന്ന കാഴ്ചയാണ്. ആകാരവൃദ്ധം ജനങ്ങൾ മുഴുവനും റസൂലുള്ളാഹിനെ കാത്തിരിക്കുകയാണ്. വൃക്ഷങ്ങളുടെ മുകളിൽ കയറിയിരിക്കുകയാണ് മനുഷ്യർ. നബി തിരുമേനിയുടെ ഒട്ടകസംഘം കടന്നു വരുന്നതിൻ്റെ കാഴ്ച കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ പാട്ടുപാടാനും ദഫ്മുട്ടാനും വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വരവിനെ ആഘോഷപൂർവ്വം കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് അനസ് റളിയല്ലാഹു എന്ന് പറയുന്നത്. എവിടെ നിന്നാണ് ഈ വരട്ടുവാദങ്ങൾ വന്നതെന്ന് എനിക്കറിയില്ല. നബി ജനിച്ച ദിവസത്തിന് എവിടെന്നാ കിതാബ് ഓതേണ്ടതെന്ന് ചോദിക്കുന്നവരായിരിക്കണം. മദീനയിലേക്ക് റസൂലുള്ളാഹി വരുമ്പോൾ അവിടെ ഒരു കിതാബും ഇറങ്ങിയിട്ടില്ല. പക്ഷേ ജനങ്ങൾ ആഘോഷത്തിലാണ്. കാരണം അവരുടെ മുമ്പിലേക്ക് മുഹമ്മദ് മുസ്തഫ വരാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ദഫ്മുട്ടി, അവർ പാട്ടുപാടി. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله ذا. ഈ പൂർണ്ണചന്ദ്രൻ തനിയാത്തുൽ വദായിൽ നിന്ന് ഉദിച്ചു പൊങ്ങിയിരിക്കുന്നു. അതിങ്ങനെ എല്ലായിടങ്ങളിലും പാടിയ പാട്ടാണ്. പൊന്നാനിയിൽ നിന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു നമുക്ക് പാടി തന്നതാണ്. അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അൻത തത്ലുഉ ബൈനനാ നബിയെ, അങ്ങ് ഞങ്ങൾക്കിടയിൽ ഉദിച്ചു വന്നു. പൂത്തിങ്കൽ പൂർണ്ണചന്ദ്രൻ നക്ഷത്രങ്ങൾക്കിടയിൽ, കണ്ണുചിമ്മി നിൽക്കുന്ന നക്ഷത്രങ്ങൾക്കിടയിൽ, താരാപഥങ്ങൾക്കിടയിൽ ആകാശത്തേക്ക് നോക്കിയാൽ അത് ഉദിച്ചു വന്നത് എപ്രകാരമോ അതുപോലെ. അങ്ങനെ പറഞ്ഞിട്ട് കവി അവിടെ നിർത്തല്ല ചെയ്യുന്നത്, മറിച്ച് പറയാൻ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അങ്ങനെയൊന്നും അല്ല നബി, അതിനേക്കാളും എത്രയോ ഉത്കൃഷ്ടമാണ്, അതിനേക്കാളും